അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അംഗം കുറിച്ചതോടെ വയനാട് ലോക്സഭാ മണ്ഡലം വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇത്തവണ രാഹുൽ ഗാന്ധി വയനാടിനോടൊപ്പം കോൺഗ്രസിന്റെ അഭിമാന മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിച്ചാൽ വയനാട് ഒഴിയുമെന്നാണ് സൂചനകൾ. റായ്ബറേലിയോട് രാഹുൽ ഗാന്ധിക്ക് ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. കോൺഗ്രസിന്റെ കുത്തക എന്നറിയപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. സോണിയാഗാന്ധി മികച്ച വിജയം നേടി പിടിച്ചെടുത്ത റായ്ബറേലി എന്ന ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി കാലെടുത്തു വയ്ക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും BJPയെ പേടിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്ന പ്രചാരണങ്ങൾക്ക് എല്ലാം മറുപടി എന്നോണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. എന്നാൽ രാഹുൽ അമേഠിയിൽ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന സൂചനകൾ. അത്തരം ഊഹാപോഹങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സർപ്രൈസ് പ്രഖ്യാപനമായിരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നത്. എന്നാൽ വയനാട്ടിലും റായ്ബറേലിയിലും ഒരുമിച്ച് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിച്ചു കയറിയാൽ ഏതുപേക്ഷിക്കും എന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുക വയനാട് എന്ന ലോക്സഭാ മണ്ഡലമായിരിക്കും. കാരണം കോൺഗ്രസിന് എളുപ്പത്തിൽ ജയിച്ചു കയറാനാകുന്ന ഒരു മണ്ഡലം തന്നെയാണ് വയനാട്. എന്നാൽ അതേസമയം റായ്ബറേലി എന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്തവണ മത്സരത്തിനിറങ്ങേണ്ടതും ജയിച്ചു കയറേണ്ടതും കോൺഗ്രസിന് അനിവാര്യമാണ്. മാത്രമല്ല സമാജ്വാദി പാർട്ടിയുടെ ശക്തമായ പിന്തുണയുള്ള റായ്ബറേലി മണ്ഡലത്തിൽ രാഹുലിന് വിജയമുറപ്പാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വയനാട് വിട്ട് പോകേണ്ടതായി വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര് മത്സരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. വയനാട് മണ്ഡലം രാഹുൽ ഒഴിയുമ്പോൾ സഹോദരി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്താനാണ് എല്ലാ സാധ്യതയും. പ്രിയങ്ക ഇപ്പോൾ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. അത് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കായിരിക്കും വഴിവെക്കുക. എന്നാൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായും അവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവായ വ്യക്തി അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ വയനാട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നേതാവ് വയനാട് മണ്ഡലത്തിൽ വന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് വിട്ടു പോവുകയാണെങ്കിൽ പോലും രാഹുലിന് പകരം പ്രിയങ്കയാകുമ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർസ്വരം ഉയരില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതുമാത്രമല്ല കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഏറെ സ്വാധീനിച്ച ഒരു ഘടകമാണ് രാഹുൽ തരംഗം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് ഉത്തരം. ഇനി അതല്ല കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് മത്സരിക്കാനിറങ്ങുന്നതെങ്കിൽ ലീഗ് തീർച്ചയായിട്ടും 3ാം സീറ്റ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വരും. വീണ്ടും അങ്ങനെ ഒരു ആവശ്യവുമായി ലീഗ് വരികയാണെങ്കിൽ ഇത്തവണ ചിലപ്പോൾ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾക്ക് അത് വഴിയൊരുക്കുന്നതായിരിക്കും. കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമേ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ രീതിയിൽ സംഭവിക്കുകയാണെങ്കിൽ റായ്ബറേലിയും അമേഠിയും പോലെ കോൺഗ്രസിന് ആധിപത്യമുള്ള അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ അഭിമാന മണ്ഡലങ്ങളിൽ ഒന്നായി വയനാട് മാറും എന്നുള്ളതാണ്. കാത്തിരുന്നു കാണാം രാഷ്ട്രീയ കേരളത്തിലെ പുതിയ ചുവടുമാറ്റം എന്താണെന്ന്.